മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ന് വളരെ കോമൺ ആണ്, വളരെ സക്സസ്ഫുൾ ആണ്. നമ്പേഴ്സ് കൂടുമ്പോഴാണ് ഒരു സർജറീൻ്റെ പ്രോബ്ലംസ് നമ്മൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ വന്നൊരു പുതിയ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് മെറ്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. നമ്മുടെ ശരീരം നിക്കൽ എന്നുള്ള കെമിക്കലിനോട് അലർജി കാണിക്കുന്നതാണ് ബേസിക്കലി മെറ്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽ ചെറിയൊരു ശതമാനം നിക്കലുണ്ട്. ശരീരം അതിനോട് പ്രതികരിച്ച് ചില ആൾക്കാർക്ക്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് ഇംപ്ലാന്റിനെ ശരീരത്തിൽ നിന്നും ലൂസാക്കും, അസെപ്റ്റിക് ലൂസിന്, പഴുപ്പില്ലാതെ ലൂസാക്കുക. അങ്ങനെ വരുന്നതിനെ പ്രതികരിക്കാൻ വേണ്ടി 2 സിസ്റ്റം അതിൻ്റെ ഇടയിൽ വന്നു. ഒന്ന് സിർക്കോണിയം, അതായത് കറുത്ത കളറിലുള്ള ഒരു ഇംപ്ലാന്റ്. പിന്നൊന്ന് വന്നതാണ് ഗോൾഡിനി, ടൈറ്റാനിയം നിയോബിയം നൈട്രൈഡ് എന്നുള്ള കെമിക്കലിൻ്റെ ഒരു കോട്ടിംഗ് ഉള്ള നീ. ആ കോട്ടിങ്ങിൻ്റെ വെനച്ചം അതിൻ്റെ ഉള്ളിൽ ഈ കോട്ടിങ്ങിൽ എവിടെയും നിക്കൽ കണ്ടൻ്റ് ഇല്ല. അതുകൊണ്ട് ശരീരം അതിനോട് അലർജി കാണിക്കില്ല. അസെപ്റ്റിക് ലൂസനിങ് സ്റ്റഡീസ് പ്രകാരം 0% ആണ് ടൈറ്റാനിയം നിയോബിയം നൈട്രൈഡ് കോട്ടിംഗ് ഉള്ളതിന്. റോബോട്ടിക് സംവിധാനത്തിൽ കൂടെ നമുക്ക് മുഴുവൻ മുട്ടിനെയും അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റിനെ മാത്രമായിട്ടും ഗോൾഡിന് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ ഇന്ന് സാധിക്കും. മെറ്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്കും മുട്ടിന് ഒരു അസെപ്റ്റിക് ലൂസനിങ് എന്നുള്ള കണ്ടീഷൻ വരാതെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്താൻ ഇന്ന് ഈ ഇംപ്ലാന്റ് കൊണ്ട് നമുക്ക് സാധിക്കും.